ഹലോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രൈറ്റ് ചാർജസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ മാസ്റ്ററിൽ വരാം. മാസ്റ്ററിൽ നമുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഒരു ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രൈറ്റ് ചാർജസ് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാണ്. അതിനുശേഷം അണ്ടർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ സപ്ലയർ വൈസ് റിപ്പോർട്ട്സും കാര്യങ്ങളും വേണമെങ്കിൽ ഇപ്പോൾ പല പല ഷിപ്പിംഗ് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ അണ്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ സപ്ലയർ വൈസ് റിപ്പോർട്ട് കിട്ടും. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് കോമൺ ആയിട്ട് ഒരു ഫ്രൈറ്റ് ചാർജസ് അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് ചാർജസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഒരു കോമൺ ലെഡ്ജർ ഉണ്ടാക്കിയിട്ട് ആ ഒരു കോമൺ ലെഡ്ജറിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ഓരോരോ ഫ്രൈറ്റ് ചാർജസ് മാർക്ക് ചെയ്യാം. സോ വൺസ് ഞാൻ ഈ ഒരു ലെഡ്ജർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ട്രാൻസാക്ഷൻസിൽ വരാം. പർച്ചേസിൽ പോയതിന് ശേഷം ഇവിടെ ഫ്രൈറ്റ് ടൈപ്പ് ഉണ്ട്. ഫ്രൈറ്റ് ടൈപ്പിൽ പോയിട്ട് ആഡ് ന്യൂ എന്ന് കൊടുക്കുക. ഇതിൽ ഞാൻ ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കറസ്പോണ്ടിങ് ലെഡ്ജർ എന്താണോ അതും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈറ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇനി അഗെയിൻ ട്രാൻസാക്ഷൻസിൽ വരിക. നമ്മൾ പർച്ചേസിൽ പോവാം. ഒരു പുതിയ പർച്ചേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സപ്ലയറിൻ്റെ നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സപ്ലയറിൻ്റെ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈറ്റ് തന്നെ ഒന്നില്ലെങ്കിൽ ഐറ്റം വൈസ് അല്ലെങ്കിൽ ബിൽ വൈസ് കൊടുക്കും. ഐറ്റം വൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഐറ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഫ്രൈറ്റ് ചാർജസ് നമ്മൾ ആഡ് ചെയ്യുക. ഞാനിവിടെ ഐറ്റം വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്നൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും കൊടുത്തു. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫ്ലൈറ്റ് ചാർജസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഷിപ്പിംഗ് ചാർജ്, ഫ്ലൈറ്റ് ചാർജ്, ഫ്ലൈറ്റ് അങ്ങനെ കുറേ മൾട്ടിപ്പിൾ ഫ്ലൈറ്റ് ചാർജസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിന് എഗെയിൻസ്റ്റ് ആണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രമല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൊടുക്കുക. ഞാനിവിടെ കറസ്പോണ്ടിങ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കറൻസി ഏതാണോ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഞാൻ ഡോളറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എമൗണ്ട് ഇൻറ്റു എക്സ്ചേഞ്ച് റേറ്റ് കൊടുത്തിട്ടുള്ള റേറ്റാണ് ഇവിടെ ഉള്ളത്. ഇനി ടാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ് ടോട്ടൽ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. സോ നമ്മൾ ഇവിടുന്ന് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ബില്ല് വരുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഫ്രൈറ്റ് എമൗണ്ട് നമുക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം ഇതൊന്ന് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പർച്ചേസ് സേവ് ആയിക്കോളും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ബില്ലിൽ കാണാം നമുക്ക് ടോട്ടൽ ഐറ്റം പ്രൈസ് എത്രയാണ്, നമുക്ക് ഫ്രൈറ്റ് എമൗണ്ട് എത്രയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കും. താഴെ അത് സെപ്പറേറ്റ് ഓരോ എന്തൊക്കെയാണ് ഫ്ലൈറ്റ് ചാർജസ് ഇവിടെ അപ്ലൈ ആയിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് ബിൽ വൈസ് എന്നുള്ള ഫ്രൈറ്റ് കൺസെപ്റ്റിലാണ്. ബിൽ വൈസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എല്ലാ ഐറ്റംസ് ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ എമൗണ്ടിലായിരിക്കും നമുക്ക് ഫ്രൈറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇവിടുന്ന് ഞാൻ ആദ്യം സപ്ലയറിനെ ഒന്ന് സെലക്ട് ചെയ്തു, ഇൻവോയ്സ് നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഐറ്റംസ് ഓരോന്നൊന്നും ഇവിടുന്ന് ആഡ് ചെയ്യാണ്. സോ ഇവിടെ ഞാനിപ്പോൾ വാട്ടർ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റിയും കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാണ്. സോ വൺസ് അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മീതെ തന്നെ ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്കിവിടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അതെന്താണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുക. ഇനി വേറെ എന്തെങ്കിലും എമൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ കോളത്തിൽ കൊടുക്കുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. വൺസ് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ടോട്ടൽ പർച്ചേസ് ഇൻവോയ്സിൽ ഈ ഒരു കംപ്ലീറ്റ് ഫ്രൈറ്റ് ചാർജസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഫ്രൈറ്റിൻ്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.